അരികെ ഇതിൻ്റെ 1/4 ഇഞ്ച് വീതിയിൽ കൈയുടെ അരികെ മടക്കി അടിക്കുക. കൈയുടെ അരി കടിച്ചിട്ടുണ്ട്. ഇതിനിയും 1 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ മടക്കിയിട്ട് hem ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ 2 റെഡി ആയിട്ടുണ്ട്. അടുത്തത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ നമ്മൾ തുണി വെട്ടിയ പീസ് 2 പീസും കൂടെ കൂട്ടിയിടിക്കുക. അതിനുശേഷം നല്ല വശത്തുനിന്ന് ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് നമുക്ക് ഈ പീസ് ഇവിടെ ഇട്ട് വെച്ച് പിടിപ്പിക്കാം. നല്ല വശവും തമ്മിൽ ശേഷം പുറംകാണി അടിച്ചു കൊടുക്കുക. പുറംകാണി എന്ന് പറയുമ്പം ബ്ലൗസ് പീസിലല്ല വരുന്നത്, നമ്മൾ പിടിപ്പിച്ച തുണിയുടെ മണ്ടയ്ക്കും കൂടെ വരണം. അതായത് ഇതിങ്ങനെ മടങ്ങിയിരിക്കാൻ വേണ്ടി. ശേഷം ഇതിൻ്റെ വക്ക് അടിച്ചു കൊടുക്കുക. പണി തീർന്നു. ഇതിങ്ങനെ അനുസരിച്ച് കോരി തയ്ച്ച് hem ചെയ്ത് കൊടുക്കുക. ഇവിടെ നൂല് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കോരി തയ്ക്കുക. അപ്പോൾ ബാക്ക് പീസിൻ്റെ പണിയും കഴിഞ്ഞു. കട്ടിങ് എടുക്കുക. കട്ടിങ് 6 പീസാണ് നമ്മൾ വെട്ടിയത്. അതിൽ ഒരു 2 പീസ് വേറെ തുണിയാണ്. അത് ഏറ്റവും അടി വരത്തക്കതുപോലെ വേണം തയ്ക്കാൻ. അത് ഏറ്റവും അടിയിൽ ഒരെണ്ണം വെക്കണം. അതിന് ശേഷം ഇത് നല്ല വശത്തായിട്ട് വരണം. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരെണ്ണം വെച്ച് കൊടുക്കണം. ആദ്യം തയ്ക്കുമ്പം ഈ വീതിയുള്ള 4 വശം, ഇത് 4 ഇഞ്ച് വീതിയാണ്, ആ വീതിക്കൂടെ വേണം അടിച്ചു കൊടുക്കണം. അത് തയ്ച്ചല്ലോ. അടുത്തത് നമ്മൾ ഈ 3.5 ഇഞ്ച് വെട്ടിയതെടുത്തൂടെ വേണം തയ്ക്കാൻ. അതായത് ഇങ്ങനെ 3.5 ഇഞ്ച് വെട്ടിയത് ആദ്യം തയ്ച്ചപ്പോൾ നമ്മൾ 4 ഇഞ്ച് വീതിക്കാണ് എടുത്തത്. രണ്ടാമത് തയ്ക്കുമ്പം ഇത് 3 ഇഞ്ച് വീതിയിൽ ആ സൈഡിലേക്ക് ഇത് 4 ഇഞ്ചും ഈ 4 ഇഞ്ച് ഇങ്ങനെ അറ്റം വരണം. ഇത് 3 ഇഞ്ചാണ്. തെറ്റാതെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിങ്ങനെ ഇതേ തൊട്ടിൽ തന്നെ ഇട്ടുകൊണ്ട് ഈ 3 പീസിൽ ഒരു പീസ് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം അതിന് പുറംകാണി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ 4 ഇഞ്ച് കണ്ട കട്ട് ചെയ്തപ്പോൾ 4 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ആ 3.5 ഇഞ്ച് തയ്ച്ചിടം നോക്കി പിന്നെ ഇങ്ങോട്ടടിക്കുക. രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച്
വൃത്തിയാക്കി എടുക്കാതെ. അപ്പോൾ കട്ടിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ടക്കിട്ട് കൊടുക്കാം. നമുക്ക് 2 പീസിന് ടക്കിട്ട് കൊടുക്കാം. ടക്കെല്ലാം വരച്ച് വൃത്തിയാക്കി നമ്മളന്ന് വെച്ചതാണ്. അപ്പോൾ ആദ്യം ഈ ഏറ്റവും അടിയിലത്തെ ഒരു പീസാണ് ടക്കിടേണ്ടത്. നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ പോയിൻ്റ് ഇങ്ങോട്ട് ടക്കിട്ട് കൊടുക്കാം. ഉണ്ടോ, 1 ഇഞ്ച് വീതിക്ക് മടക്കി ആ പോയിന്റിലോട്ട് വരത്തക്കതുപോലെ നമുക്ക് ടക്കിടണം. ഇനിയും ഈ കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പോയിൻ്റ് ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ അനുസരിച്ച് തന്നെ ഇതിങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് വേണം ടക്കിടാൻ. ഇവിടെ വരുമ്പോൾ 1.5 ഇഞ്ച് അകലത്തിൽ നമ്മൾ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റ് എന്നോട് പറഞ്ഞു തരാം. ഈ പോയിൻ്റ് പിടിക്കുക, പോയിൻ്റ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ബ്ലൗസിൻ്റെ ടക്കുകൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കട്ടിങ് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ കട്ടിങ് പിടിപ്പിക്കുവാണേ. അപ്പോൾ ഈ 4 ഇഞ്ച് നമ്മൾ കട്ടിങ് തയ്ച്ചു, ബ്ലൗസിൻ്റെ ടക്ക് ഇട്ടിനി ഇത് കൂട്ടിയിടിക്കുക. ടക്ക് കട്ടിങ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താഴത്തെ ഈ ടക്കയിൽ ഒരു തരത്തിലും ഇത് ടക്ക് താപ്പോട്ട് മടക്കി വെച്ച് കൊടുക്കുകയോ വല്ലതും ചെയ്യണം. അതേ കയറി കൂട്ടി തയ്ക്കാൻ പാടില്ല. ഈ ടക്കയിൽ ഒരു വിധത്തിൽ ഇതിങ്ങനെ വെച്ച് തയ്ക്കരുത്. തയ്ച്ചാൽ ഈ പോയിൻ്റ് വൃത്തിയാകത്തില്ല. അത് ഒഴിഞ്ഞു ഒന്നിൽ തയ്ക്കുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ മടക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിങ്ങനെ മേളിലോട്ടിരുന്നുള്ളൂ. ബ്ലൗസിൻ്റെ ഇനി നമുക്ക് പടി പിടിപ്പിച്ചാൽ മതി. 2 വശം രണ്ടും കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി ഇങ്ങനെ നോക്കണം. എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ ദാണ്ട് ഈ പീസിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ അവിടെ ഒരു സ്വല്പം കൂടെ നമുക്ക് പിടിച്ചടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പടി അടിക്കുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമാകും. ഇങ്ങനെ നോക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ കറക്റ്റാണോ എന്ന് നോക്കണം. കണ്ടോ, പീസ് എടുത്തിട്ട് നമുക്ക് ഹുക്ക് ഹോളിനുള്ള പടി പിടിപ്പിക്കാം. അത് 1 ഇഞ്ച് വീതിക്ക് 1.5 ഇഞ്ച് വീതിക്കാണ് പടി വെട്ടിയിരിക്കുന്നത്. അതിങ്ങനെ അടിക്കുമ്പോൾ 4 ഇഞ്ച് അങ്ങ് പോകും. പിന്നെ തയ്യെത്തുമ്പോൾ 4 ഇഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആവും. ഇങ്ങനെ പടി മടക്കിയിട്ട് 1 ഇഞ്ച് വീതിയാകും.
അടി തീർന്നിട്ടുണ്ട്. മറ്റേ പീസ് എടുക്കാം. ഇത് 2 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്, കാരണം ഹുക്ക് ഹോള് വരിയാനാണ്. ഇത് പടി അടിയിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ അടിക്കാൻ. അറ്റം മടക്കി കൊടുക്കുക. ഈ അറ്റം ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ തള്ളുപടിയായിട്ട് വേണം നിൽക്കാൻ. ഇങ്ങോട്ട് കയറ്റി വെച്ചടിക്കരുത്. ഇത് തള്ളുപടിയായിട്ട് വേണം നിൽക്കാൻ. ഹുക്ക് കുത്താനുള്ളതാണ്. ഹോള് വരിഞ്ഞു കഴിഞ്ഞു. ഈ ചുളുക്കം കണ്ട, ഈ ചുളുക്കം പോകാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരടിയും ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിൻ്റെ നല്ല വശവും കട്ടിങ്ങിൻ്റെ നല്ല വശവും, അതായത് ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ടില്ലേ ഇതിൻ്റെ നല്ല വശം, ഇതിൻ്റെ നല്ല വശവും കൂടെ തമ്മിൽ കൂട്ടി നമുക്ക് ഷോൾഡർ കൂട്ടിച്ചേർക്കാം. നല്ല വശവും തമ്മിൽ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസ് പിടിപ്പിക്കുകയാണ്. ക്രോസ് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ചരിച്ച് വെട്ടിയിട്ടുണ്ട്. ഈ ചരിച്ച് വെട്ടിയേക്കുന്നത് ഈ ചരിവും കൂടെ കണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടിരിക്കണം. അതിനെ ഈ ക്രോസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കണ്ടോ വി പോലെ ഇരിക്കണം. കണ്ടോ ചുടിപ്പിക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ ക്രോസ് പീസ് കണ്ടോ, ക്രോസ് പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാം. രണ്ട് വിധത്തിൽ ക്രോസ് പീസ് അടിക്കാം. ഇത് രണ്ടും കൂടി ഇങ്ങനെ സമമായിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. പക്ഷേ വൃത്തി ഇതാണ്, നമ്മൾക്കിങ്ങനെ തയ്ക്കാം.
വെച്ച് കൊടുക്കുക. കട്ടിയായതുകൊണ്ടാണ്. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വളവുള്ള വശം വരുമ്പോൾ നമുക്കതൊന്ന് ചുളുങ്ങാതിരിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ അടിക്കുമ്പോൾ ചുളുങ്ങും. ഇനി വേണ്ടുന്നത് ഈ തുമ്പ് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഈ തുമ്പ് ഇങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് വേണം പുറങ്ങണി അടിക്കാൻ. ഇത് തയ്ച്ച് വരുമ്പോൾ ഇത് അകത്തോട്ട് തന്നെ വെച്ചിട്ട് വേണം. ഇത് ഇങ്ങനെ ഇങ്ങോട്ടിരിക്കരുത്. അകത്തോട്ട് വെച്ചിട്ട് പുറങ്ങണി അടിച്ചടിച്ച് ഇങ്ങനെ കൊടുത്ത് പോകണം. റെഡിയായിട്ടുണ്ട്. എന്താ ഇങ്ങനെ ബാക്കി വരുന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല ഹെം ചെയ്യുമ്പോൾ ഈ അധികത്തിലിരിക്കുന്ന തുണി അത് വെളിയിലോട്ട് വരാൻ എന്നത് അധികത്തിലുള്ള തുണി ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഈ കട്ടിങ്ങിൻ്റെ ഫ്രണ്ട് പീസ് ഇവിടെ കൈക്കുഴിയുടെ അവിടെ ചുളുക്ക് വരാതിരിക്കാനായിട്ട് ഒരു 1/4 ഇഞ്ച് എടുത്ത് വെട്ടണം. കൈ പിടിപ്പിക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ കൈക്കുഴി എടുത്ത് വെട്ടിയ പീസ് നമുക്ക് ഫ്രണ്ടിൽ വരണം. നമ്മൾ ഫ്രണ്ട് എടുത്ത് വെട്ടിയതാണ്. ഇതിവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ കൂട്ടിച്ചേർക്കുന്നിടത്തോട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കും.
അടിക്കാം. വണ്ണം 36ആണ്. അപ്പം 4 വണ്ണം 9ആണ്. ആ 9 ഈ ബ്ലൗസിൻ്റെ ഹുക്ക് പടി തള്ളണം. തള്ളിയിട്ട് 9 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. ഇനിയും അടിവശത്തെ വണ്ണം 29ആണ്. അപ്പോൾ അതിൻ്റെ 4 എന്ന് പറയുന്നത് 7.25 വരും. ആ 7.25 എടുക്കുക. 7.25 ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. അത് പോയിൻ്റ് ചെയ്തു. അപ്പോൾ ഈ തയ്യലെന്ന് പറയുന്നത് ഇതേ കൂടെ ഇങ്ങനെ വരും. ഇനിയും അടുത്ത വശം എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു പിടിക്കണേ. 9 ഇഞ്ച് താഴെ 7.25 7.25 ഒരു പോയിൻ്റ്. അപ്പോൾ അതും തയ്ക്കുമ്പോൾ ഇതേ കൂടി ഇങ്ങനെ തയ്ക്കണം. ഇനി ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കി ഇടുക. രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് താഴ്വശം 7.25 വെച്ചെടുക്കുക. മുകൾ വണ്ണം 9 എടുക്കുക. അതും ഇതിങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം, അറിവില്ലാത്തവർക്കാണെങ്കിൽ. അപ്പോൾ അതേ തന്നെ അളവ് ഇപ്പുറത്തൂടെ പോയിൻ്റ് ചെയ്യണേ. വണ്ണം അടിച്ചു കൊടുക്കാം. കൈയുടെ തുമ്പ് വണ്ണം 11.5ആണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി എന്ന് പറയുന്നത് 5.25ആണ്. 5.25 പോയിൻ്റ് ചെയ്യാം. ഇവിടെ തയ്ക്കാം. നേരെ പിടിച്ചിട്ട് നമ്മളിവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അടയാളം കൊടുത്തെടുത്ത് കൊണ്ടുവന്ന് തയ്ച്ച് നിർത്തണം. രണ്ടടിയും കൂടി ഇപ്പുറത്ത് കൊടുക്കാം. പൂർണ്ണമായിട്ട് തയ്ച്ച് തീർന്നിട്ടുണ്ട്. നമ്മൾ ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. അടിവശത്തെ വണ്ണം 29ആണ്. ഈ 29-ൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊന്നുകൂടെ വണ്ണം കുറയ്ക്കാം. ഇതിപ്പോൾ 30 ഉണ്ട്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ നെഞ്ചുവണ്ണത്തിലോട്ട് കയറരുത്. അത് കാരണം
ബ്ലൗസ് തീർന്നിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്തെല്ലാം വൃത്തിയാക്കാം.